അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ വൗച്ചർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പേയ്മെന്റ് വൗച്ചറാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനിത് പർച്ചേസിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ F9 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തു. അതല്ല എങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും F9 പർച്ചേസ്, അതിൽ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ പർച്ചേസ് നമ്പർ 1 എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പർച്ചേസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മളോട് ചോദിക്കും സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കുന്നു. ഞാനൊരു 001 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുത്തു. ഡേറ്റ് ചോദിക്കും. ഇവിടെയും ഒരു ഡേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലും ഒരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് 2 ഡേറ്റ് കോളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡേറ്റ് 1 April 24 മൺഡേ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് ആണ്. ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് ആണ് ഈ ടാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് ആണ്. അത് നമ്മുടെ പർച്ചേസ് ബില്ല് നോക്കിയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ അതും 1 April 24 കൊടുക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും പാർട്ടി അക്കൗണ്ട് നെയിം നമ്മൾ ആരടുത്ത് നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ക്യാഷ് ആയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്, ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആളുടെ പേര് ഇവിടെ കാണിക്കണം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു. ലെഡ്ജർ ക്രിയേഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അനിൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നുമാണ് ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർ ചോദിക്കും. അനിൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഞാൻ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ച് വരുമ്പോൾ അനിലിന്റെ അഡ്രസ്സ് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പം ഞാനിവിടെ അനിൽ വില്ല എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. അഡ്രസ്സൊക്കെ നമ്മളോട് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റേറ്റ്, അനിൽ എന്ന് പറയുന്ന ആൾ ഏത് സ്റ്റേറ്റിലാണ്, കേരള കൊടുക്കുന്നു. കൺട്രി ഇന്ത്യ കൊടുക്കുന്നു. പിൻകോഡ്, ഞാനൊരു പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ടൈപ്പ്. അനിൽ എന്ന് പറയുന്ന ആള് GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇവിടെ റെഗുലർ കൊടുക്കണം. ഞാനിപ്പോൾ അൺരജിസ്റ്റേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ GST ഒന്നും വരത്തില്ല. അതായത് അനിൽ എന്ന് പറയുന്ന ആള് GST ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇവിടെ ഞാനിപ്പോൾ റെഗുലർ കൊടുക്കുന്നു. അതിനുശേഷം GST നമ്പർ, അനിലിൻ എന്ന് പറയുന്ന ആള് റെഗുലർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും GST നമ്പർ കൊടുക്കണം. ഞാനിപ്പോൾ ഒരു GST നമ്പർ ജസ്റ്റ് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അടുത്തൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഞാൻ അതും എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം പർച്ചേസ് ലെഡ്ജർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പർച്ചേസ് ലെഡ്ജർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ GST കാണിക്കാം. ഞാനിപ്പോൾ ഒരു 18% പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 18%. അപ്പം ഞാനിവിടെ 18% എന്ന് കാണിച്ചു. പർച്ചേസ് അക്കൗണ്ട് 18% എന്ന് കാണിച്ചു. പർച്ചേസ് അക്കൗണ്ടിന്റെ അണ്ടർ എപ്പോഴും പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും. ഞാനിവിടെ പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു. അതിനുശേഷം GST ആപ്ലിക്കബിൾ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. സെറ്റ് ഓർ ആൾട്ടർ GST ഡീറ്റെയിൽസ്, നമ്മളോട് GSTയുടെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യെസ് ആക്കുന്നു. യെസ് ആക്കുമ്പോൾ നമ്മളോട് ചോദിക്കും നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, എന്ത് തരത്തിലുള്ള പർച്ചേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന പർച്ചേസിന് ടാക്സ് ഉണ്ട്, നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പർച്ചേസ് ടാക്സബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കും ടോട്ടൽ GST എത്ര ശതമാനമാണ്. ഞാനിവിടെ 18% എന്ന് കൊടുത്തു. 18 കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ കാണാം സെൻട്രൽ ടാക്സ് 9 സ്റ്റേറ്റ് ടാക്സ് 9 ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ എൻ്റർ അടിച്ച് ഗുഡ്സ് കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കും നെയിം ഓഫ് ഐറ്റം, എന്ത് ഐറ്റമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റിൽ പോയിട്ട് ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നു. ലാപ്ടോപ്പാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, ലാപ്ടോപ്പ്. അപ്പൊ യൂണിറ്റ് ചോദിക്കും. നമ്മൾ യൂണിറ്റ് നമ്പർ ആയിട്ടാണോ മേടിക്കുന്നത്, കിലോ ആയിട്ടാണോ മേടിക്കുന്നത്, ലിറ്റർ ആയിട്ടാണോ മേടിക്കുന്നത്. ഞാനിവിടെ നമ്പേഴ്സ് ആയിട്ടാണ് മേടിക്കുന്നത്. അപ്പൊ യൂണിറ്റിന്റെ അവിടെ ക്രിയേറ്റ് കൊടുത്തു. സിമ്പിൾ NOS നമ്പേഴ്സ്. ഫോർമൽ നെയിം ഞാൻ കൊടുത്തു, നമ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് ഞാനിവിടെ NOS എന്ന് ടൈപ്പ് ചെയ്തു, NOS നമ്പേഴ്സ്. അതിനുശേഷം ഞാനിവിടെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളോട് ചോദിക്കും എത്ര ക്വാണ്ടിറ്റിയാണ് മേടിച്ചത്, ലാപ്ടോപ്പ് എത്ര എണ്ണം മേടിച്ചു. ഞാനിവിടെ 10 ലാപ്ടോപ്പ് മേടിച്ചു. റേറ്റ് ഒരു ലാപ്ടോപ്പിന് 25,000 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ വീണ്ടും സ്റ്റോക്ക് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ
ഒരു സ്റ്റോക്കും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ക്രിയേറ്റ്. ഞാനൊരു ഐപാഡ് മേടിച്ചു, നമ്പേഴ്സ് കൊടുത്തു, അതിനുശേഷം അക്സെപ്റ്റ് ചെയ്തു. ഞാനൊരു 10 ഐപാഡ് മേടിച്ചു, 10,000 മേടിച്ചത്. അപ്പം എൻ്റർ അടിച്ചു. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റോക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിനി GST ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എൻ്ററും കൂടെ അടിക്കുക, അതായത് ഒരു സ്പേസ് വിട്ടിട്ട് ഒരു എൻ്ററും കൂടെ അടിക്കുക. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റിൽ പോയിട്ട് GST ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് ആണ് ചെയ്തത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം CGST വരും, അതേപോലെ തന്നെ SGST വരും. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻപുട്ട് CGST എന്ന് കൊടുത്തു. എൻ്റർ അടിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഇൻപുട്ട് CGSTയുടെ അണ്ടർ എന്താണ്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. അപ്പോൾ നമ്മളത് ചോദിക്കും എന്ത് തരത്തിലുള്ള ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഞാനിവിടെ GST സെലക്ട് ചെയ്തു. അപ്പോൾ വീണ്ടും ചോദിക്കും സെൻട്രൽ ആണോ, സ്റ്റേറ്റ് ആണോ, ഇന്റഗ്രേറ്റഡ് ആണോ. ഞാനിവിടെ സെൻട്രൽ ടാക്സ് കൊടുത്തു. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടാക്സ് ആണ്. അതിനുശേഷം നമ്മളോട് ചോദിക്കും എത്ര പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ CGST എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9% ആണ്. 18ന്റെ പകുതി 9 കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ 31,500 രൂപ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് SGSTയും ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എൻ്റർ അടിച്ചു, ക്രിയേറ്റ് കൊടുത്തു, ഇൻപുട്ട് SGST എന്ന് ടൈപ്പ് ചെയ്തു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ്, GST ആണ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ടാക്സ് ആണ്. ഞാൻ സ്റ്റേറ്റ് ടാക്സ് കൊടുത്തു, പെർസെൻറ്റേജ് 9% കൊടുത്തു, ശേഷം അക്സെപ്റ്റ് ചെയ്തു. ന്യൂ റെഫറൻസ് കൊടുക്കുന്നു, 001 ആണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റർ അടിച്ചിരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ബാക്കിലോട്ട് പോയി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ 3,50,000 രൂപയ്ക്ക് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സ്പേസ് അടിച്ച് സ്റ്റോക്ക് സമ്മറിയിലോട്ട് പോയാൽ ഇവിടെ കാണാൻ സാധിക്കും ഐപാഡ് 10 അതേപോലെ തന്നെ ലാപ്ടോപ്പ് 10 നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് എൻട്രി ടാലിയിൽ ചെയ്യുന്നത്.